ആദ്യം ഒരു ബൗളെടുക്കുക, അതിലോട്ട് ഒരു കോഴിമുട്ടയാണ് വെച്ച് കൊടുക്കുന്നുള്ളത്. നല്ല സിമ്പിളായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഞാൻ തയ്യാറാക്കുന്നത്, ഓയിലൊന്നും ഇല്ലാതെ. അതിനായിട്ട് ആദ്യം ഒരു കോഴിമുട്ട എടുക്കുക, എന്നിട്ട് ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, ഓരോരുത്തർക്ക് ഓരോ അളവായിരിക്കും ഉപ്പിന്, ചിലർക്ക് കുറവായിരിക്കും, ചിലർക്ക് കൂടുതലായിരിക്കും വേണ്ടത്. അപ്പോൾ അത് ഞാൻ പറയുന്നില്ല. നല്ലവണ്ണം ഒന്ന് കലക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മാത്രം കുരുമുളക് ചതച്ചതിട്ട് കൊടുക്കുക. ഇത്ര ഇടുന്നുള്ളൂ. വീണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. ആദ്യം ഇതൊക്കെ ഇട്ടിട്ട് വേണം മിക്സാക്കി എടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ മുട്ടയിൽ നിന്ന് പെട്ടെന്ന് കലങ്ങി കിട്ടില്ല. അതിൻ്റെ പേരിലാണ് മുട്ട വെച്ചതിനുണ്ട് ഉടനെ തന്നെ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് 1/2 കപ്പ് പാലാണ്. പാല് നിങ്ങൾക്ക് അലർജി ആണെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ ഇതിന് പകരം ഇളം ചൂടുവെള്ളം എടുത്താലും മതി. ഇപ്പോൾ ഞാനിവിടെ പാലാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് പാൽ ഉണ്ടാക്കിയാൽ. എന്നിട്ട് ഒന്നും കൂടി മിക്സാക്കി എടുക്കുക. ഇപ്പോൾ പാലും മുട്ടയൊക്കെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി വന്നിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് ബ്രെഡാണ്. ഇപ്പോൾ ഞാൻ വലിയ ബ്രെഡ് അതിൻ്റെ പേരിൽ 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹാർഡ് ബ്രെഡാണിത്. അപ്പോൾ ഇതിൻ്റെ നിങ്ങളുടെ കയ്യിൽ നല്ല സോഫ്റ്റ് ആണെങ്കിൽ കൈ കൊണ്ട് ഒന്ന് ഇതിലോട്ട് പിച്ചിട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ അങ്ങനെ പിച്ചിട്ട് അങ്ങനെ ഉടയുന്ന ടൈപ്പ് അല്ലാത്തതിൻ്റെ പേരിൽ ഇതിന് ഞാനൊന്ന് പൊടിച്ചിട്ട് വരാം. ഉണ്ടല്ലോ 2-3 പൾസ് ചെയ്തതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് തന്നെ നല്ല പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ള ബ്രെഡും കൂടി ഞാൻ ഒന്ന് പൊടിച്ച് വരാം. എത്ര ബ്രെഡ് വേണമെന്ന് നിങ്ങൾക്ക് ഈ പാല് ഇതിലോട്ട് ഇട്ടിട്ട് നല്ല വറ്റി തുടങ്ങി ഡ്രൈ ആകുന്നില്ലേ, ആ ഫോമിലെത്തുന്നത് വരെ നമുക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കാം. ഓരോ ബ്രെഡിനും ഓരോ അളവായിരിക്കും പാലിൻ്റെ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആദ്യം 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളതും കൂടി ഞാനിത് ഒന്ന് പൊടിച്ചിട്ട് വരാം. അങ്ങനെ ബാക്കിയുള്ള ബ്രെഡും എല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ എല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. നല്ലൊരു കട്ടിയിൽ തന്നെ കിട്ടണം. അതുവരെ നമുക്ക് ഇളക്കിയിട്ട് ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കാനുണ്ട്. വളരെ എളുപ്പത്തിലുള്ള വീട്ടിലുള്ള ചേരുവകൾ മാത്രമാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്. ഇതാ ഇപ്പോൾ നല്ല ഇങ്ങനെ കട്ടിയിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കവിടെ മാറ്റി വെക്കാം. നമുക്ക് മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് ഇപ്പോൾ ചെറിയൊരു കഷ്ണം സീഡ്സ് പൊട്ടാറ്റോ ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് എടുത്താലും മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ക്യാരറ്റ് ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഈ സീഡ്സ് പൊട്ടാറ്റോ എടുത്തിട്ടുള്ളത്. കാണാൻ നല്ല ക്യാരറ്റിൻ്റെ കളറാണ്. ഇതാണ് ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തത്. ഇതിൻ്റെ ഇടണം നിർബന്ധമില്ല. ഇതുണ്ടെങ്കിൽ ഇതിടാം, അല്ലെങ്കിൽ ക്യാരറ്റ് ഇട്ട് കൊടുത്താലും മതി. ഒരു 1/4 കപ്പിൽ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അത്രയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് അത്ര തന്നെ ക്യാബേജാണ്. ക്യാബേജും ഇതേപോലെ നീളത്തിലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ക്യാബേജും ക്യാരറ്റൊക്കെ എല്ലാവരും വീട്ടിലും കാണുമല്ലോ. അപ്പോൾ അതിൻ്റെ എളുപ്പത്തിലാണ് ഞാനിപ്പോൾ ഈ റെസിപ്പി തയ്യാറാക്കുന്നുള്ളത്. ഇതിങ്ങനെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ ഇത് നമുക്ക് ആവശ്യമുള്ളത് ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം ഇല്ലെങ്കിൽ പച്ചമുളക് ഇട്ടാലും മതി. എരിവില്ലാത്ത പച്ചമുളക് എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. ചെറിയൊരു കഷ്ണമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള എരിവിനായിട്ട് ആവശ്യത്തിന് ഞാനിപ്പോൾ കുരുമുളകാണ് ചേർക്കുന്നുള്ളത്. അതൊരു 1 ടീസ്പൂൺ വരെ ചേർക്കുന്നുണ്ട്. ഇത് കുരുമുളക് ടൈപ്പായിട്ട് പൊടിച്ചെടുത്തതാണ് ഞാൻ ചേർക്കുന്നത്, അല്ലാതെ പൊടിയല്ല. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുക. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുള്ളത്. പൊടി ചേർക്കുമ്പോൾ നമുക്ക് അത്രയും ഫ്ലേവർ കിട്ടുന്നില്ല. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. എല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക, ഉപ്പ് എല്ലായിടത്തും കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി അധികം മസാലകളോ പൊടികളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇനി നമുക്ക് ആവശ്യമുള്ളത് മയോണൈസാണ്. നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയതോ അല്ലാതെ റെഡിമെയ്ഡ് വാങ്ങിച്ചതോ ഏത് വേണമെങ്കിലും എടുക്കാം. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മതി, അത്രയും മതി. അപ്പോൾ ഞാൻ ഇത്രയും ചേർക്കുന്നുള്ളൂ. ഞാനിപ്പോൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. പാൻ ചൂടാക്കുമ്പോൾ അതിലോട്ട് 1 സ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചെറിയൊരു കഷ്ണം ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഓയിലോട്ട് ഇട്ട് കൊടുക്കാം. അത്രയും ഓയിൽ മാത്രം മതിയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ബ്രസ്റ്റ് അതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അങ്ങനെ ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നല്ലോണം ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ക്യാബേജ് ക്യാരറ്റിൻ്റെ കൂട്ടിലോട്ട് കുറച്ച് കഷ്ണങ്ങളും ബാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം അതിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിനൊന്ന് അറേഞ്ച് ചെയ്യാം. ഇതേപോലത്തെ ഒരു പാൻ എടുക്കുക. അതിലോട്ട് കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. ഇത്രയും മതി നെയ്യ്. അതിട്ടതിന് ശേഷം എല്ലായിടത്തും ഇതൊന്ന് തടവി കൊടുക്കാം. അങ്ങനെ നെയ്യ് എല്ലായിടത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡിൻ്റെ കൂട്ടുണ്ടല്ലോ ആദ്യം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്, അതിൻ്റെ നേരെ പകുതി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ബാക്കി പകുതി ഇതിൽ തന്നെ വെക്കുക. എന്നിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് എല്ലായിടത്തും ഇതേപോലെ ഒന്ന് നിരപ്പാക്കി കൊടുക്കുക. എല്ലായിടത്തും ആകുന്ന രീതിയിൽ വേണം ഇങ്ങനെ ഒന്നാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലായിടത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഫില്ലിങ് ഇതിന് മുകളിലോട്ട് വെച്ച് കൊടുക്കുക. ഇതും ഇതേപോലെ എല്ലായിടത്തും ഒന്ന് നിരപ്പാക്കി കൊടുക്കുക. അധികം കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഈ റെസിപ്പിയൊക്കെ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇതും നിരപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ബ്രെഡും കൂട്ടും ഇതിന് മുകളിലോട്ട് വെച്ചിട്ട് ഇതും അങ്ങനെ തന്നെ കവർ ചെയ്തെടുക്കുക. ആ മസാല പുറത്ത് വരാത്ത രീതിയിൽ നടുക്കായിട്ട് വരുന്ന രീതിയിൽ വേണം ഈ ബ്രെഡ് ഇങ്ങനെ ഒന്ന് പുറത്ത് കവർ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിന് മുകളിലായിട്ടായിട്ട് കുറച്ച് ക്യാരറ്റല്ല സീഡ്സ് പൊട്ടാറ്റോ ആണ്, അത് ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ക്യാപ്സിക്കം. ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് എല്ലാം ഇട്ട് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞില്ല കുറച്ച് ചിക്കൻ കഷ്ണങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിന് മുകളിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാം ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം. എല്ലാം അറേഞ്ച് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കുരുമുളക് ഇതിന് മുകളിലോട്ടായിട്ട്
നിർബന്ധമില്ല, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ബ്രെഡ് അതിൻ്റെ പേരിലാണ്, ഒരു മധുരം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കുരുമുളക് ഇത് മുകളിലോട്ട് വിതറി കൊടുക്കുന്നുള്ളത്. നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഇനി നമുക്കിതിനൊന്ന് മൂടി വെക്കണം. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേറൊരു പാൻ എടുത്തിട്ട് അതിലോട്ടൊരു നെയ്യ് പൊട്ടി കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടല്ലോ, ഇത് റെഡി ആയിട്ടുണ്ട്. തിരിച്ചിട്ടിട്ട് ഞാൻ വീണ്ടും ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിനൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇതിന് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.